എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ അവസാനം മുഹമ്മദ് സനൂഫ് അറസ്റ്റിലായിരിക്കുന്നു. ഇത് കേട്ടാൽ ആരാണ് മുഹമ്മദ് സനൂഫ് എന്ന് ചിന്തിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ടാകും. അവരുടെ അറിവിലേക്കായി പറയുകയാണ്, മലപ്പുറം സ്വദേശിയായിട്ടുള്ള സൗദിയിൽ ജോലി ചെയ്യുന്ന 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്, മലയാളിയാണ് മുഹമ്മദ് സനൂഫ്. എന്തുകൊണ്ടാണ് മുഹമ്മദ് സനൂഫ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, മുഹമ്മദ് സനൂഫ് ഒരു മര്യാദകേട് കാണിച്ചു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് നേരത്തെ ഉണ്ടായിരുന്ന പെഹൽഗാം ഭീകരാക്രമണത്തിനെക്കുറിച്ച് നമുക്കറിയാം. അതിന് അതിശക്തമായിട്ടുള്ള മറുപടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ തീവ്രവാദം സ്പോൺസർ ചെയ്യുന്ന രാജ്യത്തിന് ഒക്കെ തന്നെ കൊടുത്തതാണ്. ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ മലയാളിയായ ശ്രീ എൻ രാമചന്ദ്രൻ എന്നൊരാളും അവിടെ കാശ്മീരിൽ കൊല ചെയ്യപ്പെട്ട 26 പേരിൽ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. ഈ രാമചന്ദ്രൻ്റെ മകൾ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റിന് താഴെ മുഹമ്മദ് സനൂഫിൻ്റെ ഒരു കമൻറ്റ് മലയാളത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഭീകരവാദത്തിന് ഇരയായിരിക്കുന്ന നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയല്ല, ഭീകരവാദത്തിനെ ന്യായീകരിക്കുകയും ഭീകരവാദം ചെയ്യുന്നതിന് വേണ്ടി ആഹ്വാനം നടത്തുകയുമാണ് മുഹമ്മദ് സനൂഫ് ആ പോസ്റ്റിൽ കൂടി ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു വർഷത്തിനിപ്പുറം മുഹമ്മദ് സനൂഫ് സൗദിയിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്നു. ആ സമയത്ത് തന്നെ സനൂഫിനെ പോലീസ് പിടികൂടുന്നു. ഇപ്പോൾ UAPA അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ചാർജുകൾ അയാൾക്കെതിരെ ചുമത്തിയിരിക്കുകയും ചെയ്യുന്നു. എന്താണ് മുഹമ്മദ് സനൂഫ് ഇട്ട കമൻറ്റ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭീകരവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന മനോഭാവമുള്ള ആൾക്കാർ കേരളത്തിൽ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. ഇവിടെ ഒന്നാമത് നമ്മൾ അറിയേണ്ടത് എന്താണ് മുഹമ്മദ് സനൂഫ് ഇട്ടിരുന്ന ആ കമൻറ്റ് എന്നതിനെക്കുറിച്ചാണ്. പലപ്പോഴും ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ, ഒരു വ്യക്തിക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന നിരവധി ആൾക്കാരെ, മുഖമില്ലാത്ത നിരവധി ആൾക്കാരെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. പക്ഷേ അവർക്ക് പോലും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഭീകരവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കമൻ്റാണ് മുഹമ്മദ് സനൂഫിൻ്റെ പ്രൊഫൈലിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് വസ്തുത. ആ കമൻറ്റ് ഇങ്ങനെയാണ്: ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത്? ഈ കാഫിർ എന്ന് പറയുന്നത് ഇവിടെ ശ്രീ എൻ രാമചന്ദ്രനെയാണ്. എൻ്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് ഈ ക്രോസ് ബോർഡർ ടെററിസം നടത്തിയിരിക്കുന്ന, പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയിരിക്കുന്ന പാകിസ്ഥാൻകാരായിട്ടുള്ള ആ തീവ്രവാദികളെയാണ്. നന്നായി, ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും. ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും. മറ്റ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും. കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും. എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി. ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നെന്നിരിക്കും. സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല. നാരെ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെ എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും. എന്നിട്ട് പാകിസ്ഥാൻ്റെ 2 ഫ്ലാഗിൻ്റെ ഇമോജിയും അതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള മലയാളിയായിട്ടുള്ള ഒരാൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നതിന് കാഫിർ എന്ന് വിളിച്ചുകൊണ്ട്, ആ കൊല ചെയ്തിരിക്കുന്നത് തൻ്റെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവൃത്തിയെ ന്യായീകരിക്കുകയാണ് മുഹമ്മദ് സനൂഫ് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കാശ്മീർ എന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമല്ല, അത് പാകിസ്ഥാന് റൈറ്റ്ഫുള്ളി ബിലോങ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അതിനെ വേർപെടുത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചിരിക്കും, അതിൽ സക്സസ്ഫുൾ ആകും എന്നാണ് ഇയാൾ പറയുന്നത്. അയാളുടെ സഹോദരങ്ങളാണ് ഇന്ത്യയിലേക്ക് കയറി വന്ന് ഈ വിശുദ്ധ യുദ്ധം നടത്തുന്നത് എന്ന് പറയുന്നുണ്ട്, അതായത് ജിഹാദ് നടത്തുന്നത് എന്ന് പറയുന്നുണ്ട്. തന്നെയുമല്ല, മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ സ്പെയർ ചെയ്യും, മറ്റുള്ള ആൾക്കാരെ മുഴുവനും നശിപ്പിക്കും, ഇല്ലാതെയാക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തോ ഒരു മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും വീടുകളിലേക്ക് കയറി വരും എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഈ വിശുദ്ധ യുദ്ധം നടക്കുന്നതിന് വേണ്ടി തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി കാത്തിരിക്കുകയാണ് മുഹമ്മദ് സനൂഫ് എന്നാണ് ഈ ഒരു കമൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് പഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം അതിലൊരു മലയാളി ഉണ്ട് എന്നതിനെക്കുറിച്ച് കൺഫേംഡ് ആയതിനു ശേഷം ആ മരണപ്പെട്ട വ്യക്തിയുടെ മകൾ ഇട്ടിരിക്കുന്ന പോസ്റ്റിന് താഴെയാണ് കണ്ണിൽ ചോരയില്ലാത്ത, ഭീകരവാദത്തിനെ ന്യായീകരിച്ചിട്ടുള്ള, ഇത്ര ഭീതി വിതയ്ക്കുന്ന, തീവ്രവാദത്തിനെ അനുകൂലിക്കുന്ന ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. മലയാളിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന് എങ്ങനെയാണ് തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കമൻ്റ് ഇടാനായിട്ട് കഴിയുന്ന ഒരു മനോഭാവം ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിനെ കേവലം അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ടോ സോഷ്യൽ മീഡിയയിലുള്ള നിരവധി കമൻറ്റുകളിൽ ഒന്നായിട്ടോ മാത്രം കരുതാനായിട്ട് കഴിയില്ല. കാരണം തീവ്രവാദത്തിൻ്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഘട്ടം എന്നത് ആയുധമെടുത്ത് പോരാടുന്നതല്ല, മറിച്ച് തീവ്രവാദത്തിനെ ന്യായീകരിക്കുന്നതിലാണ്. ആയുധമെടുത്ത് പോരാടുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും, പക്ഷേ അവർക്ക് അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും നൽകുന്നത് അവരെ സ്ലീപ്പർ സെല്ലുകളായി ഇരുന്നു കൊണ്ട് സംരക്ഷിക്കുന്ന, അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് കരുതുന്ന, തങ്ങൾക്ക് വേണ്ടി കൂടിയാണ് അവർ ആയുധമെടുക്കുന്നത്, മറ്റുള്ള ആൾക്കാരെ ഇല്ലാതെയാക്കുന്നത് എന്നൊക്കെ കരുതുന്ന മനോഭാവമുള്ള നിരവധി ആൾക്കാരാണ്. അയാൾ പറയുന്ന സ്ലീപ്പർ സെൽ എന്ന് പറയുന്നതും അതുതന്നെയാണ്. അപ്പോൾ തീവ്രവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം എന്ന് പറയുന്നത് ഈ മുഹമ്മദ് സനൂഫിൻ്റേത് പോലെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട് എന്നതിലാണ്.
ഒരുപക്ഷെ മുഹമ്മദ് സനൂഫിനെ പോലെ ചിന്തിക്കുന്ന നിരവധി മത തീവ്രവാദികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാകണമെന്നില്ല. അപ്പോൾ നമ്മുടെ സമൂഹം ഭീകരവാദത്തിനെ വളരെ സാധാരണമായി കാണുന്ന ഒരു രീതി ഉണ്ടാകുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതിനെ ഇല്ലാതെയാക്കുക എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൻ്റെ കൂട്ടായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ പലരും പറയാറുണ്ട് ഭീകരവാദത്തിന് മതമില്ല എന്ന്. ഇത് തീർച്ചയായിട്ടും മതമുള്ള തീവ്രവാദം തന്നെയാണ്. തീവ്രവാദത്തിന് മതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും തീവ്രവാദികൾക്ക് മതമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. തീവ്രവാദത്തിനെ മഹത്വവൽക്കരിക്കുന്ന ആൾക്കാർക്ക് സമൂഹത്തിൽ സ്ഥാനമില്ല എന്നുകൂടി പറയാനായിട്ട് അവരേത് മതത്തിലാണോ ഉൾപ്പെടുന്നത് ആ മതത്തിലുള്ള ശരിയായിട്ടുള്ള വിശ്വാസികൾ, ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാർ കൂടി മുന്നോട്ട് വരിക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ അതേ മതവിഭാഗത്തിലുള്ള ആൾക്കാർ മുന്നോട്ട് വന്ന് ഞങ്ങളുടെ മതത്തിന് വേണ്ടിയിട്ടല്ല ഇവർ നിലകൊള്ളുന്നത്, ഞങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ല അവർ പ്രവർത്തിക്കുന്നത്, അവർ എന്തൊക്കെ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നിലകൊള്ളുന്നത് അതിനെ എതിർത്തിട്ടാണ് ഞങ്ങളിവിടെ നിലകൊള്ളുന്നത് എന്ന് പറയാനുള്ള ഒരു ധൈര്യം പ്രകടിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഇത്തരത്തിലുള്ള തീവ്രവാദികൾ മതത്തിൻ്റെ പേരിൽ തീവ്രവാദം ചെയ്യുമ്പോൾ ലാർജറായിട്ടുള്ള ആ മതത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിയില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി വളരെ വോക്കലായിട്ട് പുറത്തേക്ക് വരേണ്ടതാണ്. അങ്ങനെ വന്നില്ല എങ്കിൽ ഈ തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ പറയുന്നത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള ഡയലോഗുകൾ മാത്രമായിട്ട് അവസാനം പരിണമിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പർപ്പസ് അത് സെർവ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇതിനെ ന്യായീകരിക്കുന്ന ആൾക്കാരും തീവ്രവാദത്തിന് മതമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഓർക്കുന്നത് നന്നായിരിക്കും. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ? സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് അഭിപ്രായം പറയരുതോ? നമ്മുടെ രാജ്യം ഭരണഘടനാപരമായി തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ ഒരു മൗലികാവകാശമായിട്ട് നൽകുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ന്യായീകരിക്കുന്നതിന് വേണ്ടി, പൊട്ടിയിടുന്നതിന് വേണ്ടി, വെളുപ്പിക്കുന്നതിന് വേണ്ടി പറയുന്ന പലതരത്തിലുള്ള തൊടിന്യായങ്ങളാണ്. സത്യത്തിൽ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരിധികളില്ലാത്തതല്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ന്യായമായിട്ടുള്ള പരിധികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നിരപരാധികളായിട്ടുള്ള നിരവധി മനുഷ്യരെ യാതൊരു വിധത്തിലുള്ള കരുണയുമില്ലാതെ കലിമ ചൊല്ലാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ കൊന്നൊടുക്കിയിരിക്കുന്ന ഭീകരവാദത്തിനെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിലേ വരുന്ന കാര്യമല്ല. നിയമം അതിനെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അതിനെ ഒരിക്കലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടോ ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശത്തിനെ എക്സസൈസ് ചെയ്യുന്നതായിട്ടോ അതിനെ കാണാറില്ല. ഇവിടെ ഈ കൊല ചെയ്യപ്പെട്ട വ്യക്തികളുടെ കുടുംബങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. ഇവിടെ അച്ഛനെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മകളാണ് അവരുടെ ദുഃഖത്തിനെക്കുറിച്ച് പറയുന്നത്, അച്ഛനെ ഓർക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമാണ് അവിടെ സംരക്ഷിക്കപ്പെടേണ്ടത്. അതല്ലാതെ അവരുടെ അഭിപ്രായത്തിന് മുകളിലേക്ക് നിന്നുകൊണ്ട് ദേശവിരുദ്ധമായിട്ടുള്ള, മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്നതിനെ സംരക്ഷിക്കുക എന്നുള്ളതല്ല നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ, മൗലികാവകാശത്തിൻ്റെ അന്തസത്ത എന്നുള്ള കാര്യം ഈ ന്യായീകരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം. നമ്മൾ ആലോചിച്ച് നോക്കുക, കേരളം വിദ്യാഭ്യാസ നിലവാരത്തിൽ, സാമൂഹിക വികസനത്തിലൊക്കെ ഇന്ത്യയിലുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും മുന്നിലാണ്. നമ്മളുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വളരെ മുന്നിലാണ്. വികസിത രാജ്യങ്ങളുടെ ഒപ്പമാണ് നമ്മളെ പരിഗണിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന കുറേയധികം ആൾക്കാരുള്ള ഒരു സമൂഹത്തിൽ നിന്നാണ് മുഹമ്മദ് സനൂഫിനെ പോലെയുള്ള വിഷവിത്തുകളും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത്. ഇതൊന്നും തന്നെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന രീതിയിലേക്ക് കരുതിക്കൊണ്ട് ഇതിന് നേരെ കണ്ണടയ്ക്കാനായിട്ട് സാധ്യമല്ല. ഇവിടെ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകളൊക്കെ വരുമ്പോൾ അതിനെ എതിർക്കുന്ന ആൾക്കാർ, ഇവിടെ ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാതെ മിണ്ടാതിരിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അവരെ അപലപിക്കുന്നതിനോ മത തീവ്രവാദത്തിനെ നിരുത്സാഹപ്പെടുത്തുന്നതിനോ ഈ അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന കേരള സ്റ്റോറി പോലെയുള്ള സിനിമകളെ, ജിഹാദ് പോലെയുള്ള ആരോപണങ്ങളെയൊക്കെ എതിർക്കുന്ന ആൾക്കാർക്ക് കഴിയുന്നില്ല. അവരെല്ലാം വളരെ കൺവീനിയൻ്റ് ആയിട്ട് മൗനം അവലംബിച്ചിരിക്കുകയാണ് എന്നുള്ളത് തന്നെ വെളിവാക്കുന്നത് അവരുടെ ഇരട്ടത്താപ്പാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ സംസാരിച്ച ഒരു സിനിമാ നടി പറഞ്ഞത്, കേരളത്തിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി കേരള സ്റ്റോറി പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇത് മതതീവ്രവാദത്തിൻ്റെ ഒരു സ്ഥലമാണ് എന്നൊക്കെ പറയുന്നതിന് വേണ്ടി നോക്കിയിരിക്കുകയാണ് നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ എന്നാണ്. അങ്ങനെ ഒരു വലിയ വിഭാഗം ജനത്തിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ആൾക്കാരും ഈ മുഹമ്മദ് സനൂഫിൻ്റെ കമൻറ്റിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ തീവ്രവാദത്തിനോട് വളരെ സെൻറ്റിമെൻ്റലായി സംസാരിക്കുന്ന, അതിനോട് വളരെ അനുഭാവപൂർവ്വം സംസാരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് കമാന്ന് മിണ്ടുന്നില്ല എന്നുള്ളത് വെളിവാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഇരട്ടത്താപ്പാണ്. അത് ഒന്നായും കൂട്ടായും ഒക്കെ തന്നെ പുറത്തു വരുന്നതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ. ഇവിടെ സിനിമാ നടിമാരെ വെറുതെ വിടാം, പക്ഷേ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർ ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ്. BJPയുടെ സംസ്ഥാന നേതാവും MLAയുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരിൽ നിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണവും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് മതതീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കേരളീയ പൊതുസമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ തള്ളുന്നതിന് വേണ്ടി
അങ്ങനെ ആൾക്കാരെ തള്ളുന്നതിന് വേണ്ടി ആ സമൂഹത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ആർജവത്തോടുകൂടി അഭിപ്രായം പ്രകടിപ്പിച്ച് പുറത്തു വരണം എന്നൊക്കെ പറയാനായിട്ട് നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ കക്ഷിയിലുമുള്ള ആൾക്കാർ തയ്യാറാകുന്നില്ല, ധൈര്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെ വീണ്ടും വെളിവാക്കുന്നത് അവരുടെ ഇരട്ടത്താപ്പിനെയാണ്. ഭീകരവാദത്തിനെ അപലപിക്കാത്ത ഒരു സമൂഹം, അതിനെ ന്യായീകരിക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാത്ത ഒരു സമൂഹം, അത് അവസാനം ഭീകരവാദത്തിനെ സഹിക്കുന്ന ഒരു സമൂഹമായി മാറും എന്നുള്ളതാണ് ചരിത്രം മുൻപ് പലവട്ടം തെളിയിച്ചിട്ടുള്ളത്. അങ്ങനെ തീവ്രവാദത്തിനോട് വളരെ സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു അപ്രോച്ച് സ്വീകരിക്കുന്ന, തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അപ്രോച്ച് സ്വീകരിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളീയ പൊതുസമൂഹം മാറാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് സനൂഫിനെ പോലെയുള്ള മതതീവ്രവാദികൾ, ഇങ്ങനെയുള്ള സാമൂഹികമായിട്ടുള്ള പുഴുക്കുത്തുകൾ, അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ അതിർത്തി കടന്നു വന്ന് ക്രോസ് ബോർഡർ ടെററിസം ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല തീവ്രവാദം നടത്തുന്നത്, മറിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻ്റർനെറ്റുള്ള ഒരു മൊബൈൽ ഡിവൈസ് വഴിയും ആൾക്കാർ ഇത്തരത്തിലുള്ള തീവ്രവാദം നടത്തുന്നുണ്ട്, ജിഹാദിന് ആഹ്വാനം നടത്തുന്നുണ്ട്, റാഡിക്കലൈസേഷൻ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമ്മളൊരു ഞെട്ടലോടുകൂടി ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്നെങ്കിലും തിരിച്ചറിയേണ്ടതാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ അന്തിമ തീരുമാനം എന്താണ് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ നിയമമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കപ്പെടട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉണ്ടായിട്ടുണ്ട്. ആ പരാതി വെരിഫൈ ചെയ്തതിന് ശേഷം അയാളുടെ മൊബൈൽ ഫോണും കൂടി പിടിച്ചെടുത്തതിന് ശേഷം അത് പരിശോധിച്ചിട്ടാണ് UAPA ഉൾപ്പെടെയുള്ള മതസ്പർദ്ധയുണ്ടാക്കുന്നത് ഉൾപ്പെടെയുള്ള പല ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളും ചുമത്തിക്കൊണ്ട് ഇയാൾക്കെതിരെ കേസെടുക്കുകയും അയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഭീകരവിരുദ്ധ സ്ക്വാഡൊക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി അന്വേഷണം ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷേ നമ്മളൊരു പൊതുസമൂഹം എന്ന നിലയിൽ ഒരു കാര്യം ഈ സമയത്ത് തന്നെ തീരുമാനിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രബല സമുദായത്തിനെ മതത്തിൻ്റെ പേരിൽ മാത്രം വേർതിരിച്ച് കണ്ടുകൊണ്ട് ആ മതത്തിൽ പെട്ടു എന്നതിൻ്റെ കാരണത്താൽ അതിലെ പുരുഷന്മാരെ ഒന്നൊന്നാകെ തെരഞ്ഞുപിടിച്ചിട്ടാണ് 26 ആൾക്കാർക്ക് നേരെ ഭീകരവാദികൾ നിറയൊഴിച്ചത്. അവരുടെ സ്ത്രീകളും അവരുടെ കുടുംബത്തിലെ കുട്ടികളുമൊക്കെ അതിന് സാക്ഷികളായിരുന്നു എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു മതത്തിൻ്റെ കലിമ ചൊല്ലാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ കൊന്നത്. അതല്ലാതെ അവരോട് വ്യക്തിപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള വിരോധവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇന്ത്യ എന്ന രാജ്യത്തിനോടുള്ള വിരോധമാണ്, ഒപ്പം അവിടെയുള്ള ഹിന്ദുക്കളായിട്ടുള്ള മനുഷ്യരോടുള്ള വിരോധവും കൂടിയാണ് ഈ തീവ്രവാദികൾ എന്നിവിടെ കാണിച്ചത്. അവരെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള, ഈ കൊല ചെയ്യപ്പെട്ട ആൾക്കാരെ എതിർക്കുന്ന തരത്തിലുള്ള ഏതൊരു കമൻറ്റും ഒരു ആധുനിക സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അത് തീവ്രവാദത്തിനോട് സീറോ ടോളറൻസ് ഉള്ള ഒരു സമൂഹത്തിന്, വ്യക്തികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ്. നിരപരാധികളായിട്ടുള്ള, ഹിന്ദുക്കളായിട്ടുള്ള, ഭാരതീയരായിട്ടുള്ള നിരവധി ആൾക്കാരുടെ അഭിമാനം അവിടെയുണ്ട്. ആ സ്ത്രീകളോട് നിങ്ങൾ പോയി മോദിയോട് പറയൂ എന്നാണ് ഈ ഭീകരവാദികൾ പറഞ്ഞത്. അത് മോദി കേട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് തന്നെ ആദരം അർപ്പിച്ചുകൊണ്ട് അവർ തന്നെ അവരുടെ സീമന്തരേഖയിൽ ചാർത്തുന്ന സിന്ദൂരം ആണ് നമ്മുടെ ഈ റെസിസ്റ്റൻസിൻ്റെ പ്രതീകം എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള കൗണ്ടർ ടെററിസം അറ്റാക്ക് നമ്മളവിടെ ലോഞ്ച് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിൽ, നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് കാര്യമായിട്ടുള്ള വില നൽകുന്ന ഒരു രാജ്യത്ത്, നമ്മുടെ നാട്ടിലുള്ള നിരപരാധികളായിട്ടുള്ള ആൾക്കാർ, യാതൊരു വിധത്തിലുള്ള തെറ്റും ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനെ ഭീകരവാദത്തിൻ്റെ പേരിൽ ഇരയാക്കപ്പെടുന്നതിനെതിരെ നമ്മുടെ ഭരണകൂടം അതിശക്തമായി പ്രതികരിക്കുമ്പോൾ ആ തീവ്രവാദത്തിനെ ന്യായീകരിക്കുന്ന ഒരു കമൻറ്റും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല, സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകാൻ പാടില്ല. അതിനെ ന്യായീകരിക്കുന്ന ഏതൊരു ചിന്തയോടും സീറോ ടോളറൻസോടുകൂടി മാത്രമേ നമ്മുടെ സമൂഹം പ്രതികരിക്കാൻ പാടുള്ളൂ. അത് ഏത് സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അതേ സമീപനം മാത്രമേ നമ്മൾ പുലർത്താൻ പാടുള്ളൂ. കാരണം ഇന്ന് നമ്മൾ മൗനം പാലിച്ചാൽ നാളെ ഇരയാകുന്നത് മറ്റൊരാളാവില്ല, നമ്മളിൽ ആരുമാകും എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതാണ് ഈ മുഹമ്മദ് സനൂഫ് എന്ന വിവരം കെട്ടവൻ അവൻ്റെ പോസ്റ്റിൽ അവസാനം പറഞ്ഞിരിക്കുന്ന, നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുത്തേക്ക് നമ്മൾ എത്തും എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വാണി. എന്തായാലും കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയെടുക്കാൻ ഒരു മുഹമ്മദ് സനൂഫ് അല്ല, 1000, 10,000, ലക്ഷം കോടി മുഹമ്മദ് സനൂഫുമാർ വിചാരിച്ചാലും നടക്കില്ല എന്നുള്ളത് നമ്മൾ തെളിയിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് സനൂഫിനെ ജയിലിൽ നിന്ന് ഇനി വേർതിരിച്ചെടുക്കുക എന്നുള്ളത് അങ്ങേയറ്റം ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, വളരെ ഉചിതമായിട്ടുള്ള നടപടി ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന പോലീസിന് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പെഹൽഗാമിൽ കൊല ചെയ്യപ്പെട്ട 26 ആൾക്കാർക്കും ആദരാഞ്ജലികൾ വീണ്ടും അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.